everyone, welcome to my channel. ഞാൻ ഗീത ബക്ഷി ഫ്രം ഡൽഹി. എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി നവരാത്രി ടു ഓൾ. ഇന്ന് നവരാത്രിയുടെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു അമ്പലത്തിലേക്ക് പോവാം. രാം മന്ദിർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഞാൻ ഷാൽമാർ ബാഗിലാണ് താമസിക്കുന്നത്. അവിടെ എന്താ പ്രത്യേകത, താഴത്ത് മുഴുവൻ എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഗണപതിയും എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ എന്താണെന്ന് വെച്ചാൽ 9 ദേവിമാരുടെ വേറെ വേറെ ആയിട്ടുള്ള പ്രതിമകളുണ്ട്. അതിന് പ്രത്യേകമായ പൂജകളും ഒക്കെ നടത്താറുണ്ട് അവർ. അപ്പോൾ നമുക്കതും കൂടി നോക്കാം. ഓക്കെ, എല്ലാവരും പോവല്ലേ? എന്നാൽ അമ്പലത്തിലേക്ക് പോവാം. ഓക്കെ, വരൂ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം, രാം മന്ദിർ, ഷാൽമാർ ബാഗ്. ഇതിൻ്റെ മുന്നിലത്തെ വ്യൂ ആണ്. എത്ര മനോഹരമല്ലേ! വെള്ള മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ അമ്പലമാണ്. ഇതാ ഗണപതി, ദുർഗാമാത. ഇത് കാട്ടു ശ്യാം എന്നാണ് ഇവരെ പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകത കണ്ടോ? എല്ലാ ദൈവങ്ങളും നമ്മളുടെ ഉയരത്തിലുള്ള ദൈവങ്ങളാണ് അല്ലേ? ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇപ്പോൾ ശംഖുനാഥം കേൾക്കണില്ലേ? ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആരതി എന്ന് പറയും ഇവിടെ. നമ്മുടെ ദീപാരാധനയുടെ ടൈമായി. 7 മണിക്കാണ് തുടങ്ങുക. അപ്പോൾ ഒരു 6:30 ആയിട്ടുള്ളൂ. ഇവിടെ നോക്കൂ, ഇത് കണ്ടില്ലേ? ശിവൻ്റെ പരിവാറാണ്. ഓക്കെ, ഇത് ശിവപരിവാർ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര പൂജയായിരിക്കും കേട്ടോ. ഈ നമ്മൾ ധാര ചെയ്യുന്ന മാതിരി ഓരോരുത്തരും വന്നിട്ട് ഇവിടെ ധാര ചെയ്യും. നല്ല രസമാണ് കേട്ടോ തിങ്കളാഴ്ചകളിൽ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഓക്കെ, മുകളിലാണ് കേട്ടോ നമ്മുടെ എല്ലാ ദേവികളും ടെയും ഫോട്ടോ വേറെ വേറെ ആയിട്ടുണ്ട്. നമുക്ക് അതിൽ പ്രത്യേക പൂജകളുണ്ടാവും. ഓരോ ദിവസവും ഓരോ ദേവിക്ക് സമർപ്പിതമാണ്. ഓക്കെ, അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് കാണാം, വരൂ. ദേവിയുടെ ഓരോ രൂപങ്ങളും, ശൈലപുത്രി, എല്ലാ രൂപങ്ങളും ഉണ്ട് കേട്ടോ. ബ്രഹ്മചാരിണി 2ാമത്തെ സ്വരൂപം അല്ലേ? എത്ര രസമാണല്ലേ കാണാൻ. ഇത് ചന്ദ്രഘണ്ഠ 3ാമത്തെ രൂപമാണ്. എല്ലാത്തിനും ഒരു പ്രത്യേക ആകർഷണതയുണ്ട്. 4ാമത്തെ കുഷ്മണ്ഡ നോക്കൂ, ഓരോന്നിനും ഉണ്ട്. ഇവിടെ എല്ലാ ദേവികളുടെയും ഈ സ്കന്ദമാതയുടെ മുന്നിൽ എല്ലാ ദേവികളും ഉണ്ട് കേട്ടോ. ഇത് കാർത്യായനിയാണ്. 7 കാളരാത്രി. പക്ഷേ 7ാമത്തെ ദിവസം ഇത് കറുപ്പായിരിക്കും വസ്ത്രം ഉണ്ടാവുക. വലിയ സ്ഥലമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കാളരാത്രി. അതിപ്പോൾ എല്ലാവർക്കും ഒരേ ഡ്രസ്സാണ്. മഹാഗൗരി 8ാമത്തെ. ഇത് നമ്മുടെ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇവരുടെ എല്ലാ ദൈവത്തിൻ്റെ മുന്നിലായിട്ട് നോക്കൂ, എത്ര വലിയ അമ്പലമാണ് അല്ലേ? അത് ഒരേ മാതിരിയാണ് അവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.